College in one word. Super. One word കിട്ടുന്നില്ലല്ലോ. Describe in one word. അത് വേണ്ടായിരുന്നല്ലോ ക്വസ്റ്റ്യൻ. Awesome. College according to me is entertainment, life and happiness. അയ്യോ. ഞാനിവിടെ നിന്ന് പുഷ്പിക്കുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് ഏറ്റവും നല്ല പുഷ്പിക്കുന്ന സ്പോട്ട് അറിയില്ല. പലരും ഇവിടെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്പോട്ടാണ് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മുടെ കാഷ്വാലിറ്റിയുടെ ഏരിയ ലൈബ്രറി. ഞങ്ങൾ സ്ഥിരം പോകാറുള്ള ആ പഞ്ചാര ലൈബ്രറി. ഞാനിതുവരെ പോയിട്ടില്ല അവിടെ. ടിപ്പിക്കൽ സ്പോട്ട് എപ്പോഴും നമ്മുടെ ലൈബ്രറി തന്നെ ആയിരിക്കും. കാരണം അവിടെ വെച്ചാണ് നമ്മുടെ ബുക്കുകൾ കൈമാറുക, കത്തുകൾ കൈമാറുക, അതെല്ലാം നമ്മുടെ ലൈബ്രറി തന്നെ ആയിരിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പുഷ്പിക്കൽ സ്പോട്ട് ലൈബ്രറി തന്നെയാണ്. പുഷ്പിക്കാത്തതുകൊണ്ടാവാം എനിക്കതിനെപ്പറ്റി വലിയ വിവരമില്ല. പിന്നെ കണ്ടതിൽ വെച്ചിട്ട് ബാങ്കിൻ്റെ സൈഡാണ് പുഷ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ട്. ഏറ്റവും കൂടുതൽ തേപ്പ് വെച്ച ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അയ്യോ തുറന്ന് പറയണോ? സർജറി. ഒരു ഡിപ്പാർട്ട്മെന്റ് തേപ്പ് കിട്ടുന്നില്ല. സർജറി. എനിക്ക് ചോപ്പ് സ്റ്റിക്സ് ആയിരുന്നു ഇഷ്ടം. നല്ല ആംബിയൻസ് ആണ്, നല്ല ഫുഡും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല കേരളത്തിലെ നല്ല ഷാപ്പും നല്ല കള്ളൊക്കെ കൂട്ടി കൊടുക്കുന്ന നല്ല ചൂട് ഫുഡാണ്. ബെസ്റ്റ് ആണെങ്കിൽ മുല്ലപ്പന്തലാണ് അതിൻ്റെ ഇഷ്ടം. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ പുതിയ റെസ്റ്റോറൻറ്റ്സ് എല്ലാം നമുക്ക് ട്രൈ ചെയ്യാം. ചീന വല നല്ലതാണ്. പിന്നെ സീ ഫുഡിനാണെങ്കിൽ ചീന വല, പിന്നെ നവറസ് നല്ലതാണ്. പിന്നെ നമുക്ക് സാധാ ഫുഡാണെങ്കിൽ കൊച്ചു കൊച്ചു കടകൾ പന്നമ്പള്ളിയിൽ പോയി ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം നല്ല ഫുഡ്. മുല്ലപ്പന്തൽ ഷാപ്പിലെ പ്രോൺസ് വന്നിട്ടുണ്ട്. മുല്ലപ്പന്തൽ അവിടുത്തെ കക്ക ഫ്രൈ ഉണ്ടല്ലോ. കൊച്ചി കാണാൻ ഒരു ഷാപ്പുണ്ട്. ആ ഷാപ്പിൽ പോയിരുന്നു ഒരു പ്ലേറ്റ് കപ്പയും ഒരു പ്ലേറ്റ് പോർക്ക് മേടിക്കണം. അതിൻ്റെ സുഖം വേറെ. രണ്ടും ഒരുമിച്ച് കിട്ടിയാൽ നല്ലതല്ലേ? PGക്ക് പഠിക്കുക. കിട്ടണം. അതിനോട് ഗ്രോയിങ് ട്രെൻഡ് വെച്ച് എല്ലാവരും MBക്ക് പോവുക, അതേ സെയിം ട്രെൻഡ് ഫോളോ ചെയ്ത് ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്ത് ഫ്യൂച്ചർ പെർസ്യൂ ചെയ്യാനാണ് ആഗ്രഹം. ചോദ്യത്തിൽ മാരേജിനോടാണ് താല്പര്യം. PG കിട്ടിയാലും കൊള്ളാം. മോസ്റ്റ് ഫേവറേറ്റ് മെമ്മറി ഫുഡ് കോർട്ടും ആർട്ട് ഫെസ്റ്റൊക്കെ കുറേ ഉറങ്ങാതെ ഇന്ന് കുറേ ദിവസങ്ങളായി. താണ്ഡവം 2018. ഫേവറേറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഇയറിൽ ഞാൻ കളിച്ച ഡാൻസ് തന്നെയാണ്. അതിൽ ഒത്തിരി എനിക്ക് അപ്ലോസ് കിട്ടി. ഫസ്റ്റ് ഇയർ ഡിസെക്ഷൻ ഹോൾ സംസാരം, അവിടെ നിന്ന് കൂട്ടം കൂടി നിന്ന് സംസാരം, കഥ പറച്ച്. മെമ്മറി ഇല്ല, നല്ല മെമ്മറി ഇല്ല. ഏറ്റവും വലിയ ഡിസെക്ഷൻ ഉണ്ട്. ഡിസെക്ഷന് ഞങ്ങൾക്ക് കാല് ഡിസ്ലൊക്കേറ്റ് ചെയ്യണം. സാറ് ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്ന് ഒരു സൈഡ് ചെയ്തു, ഞങ്ങളെല്ലാവരും കൂടി ബോഡി തിരിച്ച് കിടത്തി. എന്നിട്ട് നിന്ന് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് സൈഡ് തിരിഞ്ഞു പോകുന്നത്. മോസ്റ്റ് ഫേവറേറ്റ് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഒരെണ്ണം സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. സാബു സാറിനെയാണ് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത്. കാരണം സാറ് വലിയൊരു മെൻറ്ററായിരുന്നു എനിക്ക് വേണ്ടി. ഞാൻ ക്വിസിന് പോയപ്പോൾ സാറ് രാത്രിയും പകലെന്നില്ലാതെ സാർ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഇമോഷണലി അല്ലാതെ അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യുക അക്കാഡമിക്കലി എല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാറാണ്. വിഷ്ണു സർ ഭയങ്കര ജോളിയാണ്, ഫ്രണ്ട്ലിയാണ്, നല്ല സാർ. ഫിസിയോളജിയിൽ സിംഗിങ് മാം ആണെങ്കിൽ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ മാം എന്നെ മാത്രം പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇങ്ങനെ ഉറങ്ങരുത്, നീ എന്തുകൊണ്ടാണ് ഉറങ്ങരുത്, അനിമിക്കാണോ, സാറിന് ബോയ്സ് ആണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്. ക്ലാസ്സിൽ ബാക്കി എല്ലാ ബോയ്സിനും മെൻഷൻ ചെയ്ത് പറഞ്ഞു, പക്ഷെ എന്നെ മാത്രം പേഴ്സണലി വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ ബോയ് അല്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിച്ചു. ശരൺ സാറും ശരവൺ സാറും ഫേവറേറ്റ് ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്. ഒരാൾ പറയാൻ പറ്റില്ല. ജേക്കബ് സർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാറാണ്. സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അതാണ് എനിക്ക് ആദ്യം മനസ്സിലായിരുന്ന അതാണ്. ജീവിതത്തെ പറ്റിയായാലും നമ്മളെ വർക്കിനെ പറ്റിയായാലും സാറിൻ്റെ ഉപദേശങ്ങളും സാറിൻ്റെ സംസാരം, സാറിൻ്റെ രീതികൾ ഇതൊക്കെ നമുക്ക് മാതൃകയാക്കാൻ തോന്നുന്നൊരു കാര്യമാണ്.
ഫ്രണ്ട്സിനെ മിസ് ചെയ്യും, ഹോസ്റ്റലിനെ മിസ് ചെയ്യും, എല്ലാം മിസ് ചെയ്യും. ഫ്രണ്ട്സിന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഹോസ്റ്റലും ടെറസും പിന്നെ നമ്മുടെ പഞ്ചാരവഞ്ചും. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഞാൻ സ്റ്റേജിനായിരിക്കും. ഫ്ലെക്സസിൽ കെട്ടിയ സ്റ്റേജ് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ഒത്തിരി കളിച്ച് ഒത്തിരി കോലും കിട്ടിയിട്ടുണ്ട്, ഒത്തിരി കൈഡിയും കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കോളേജ് തന്നെ, 2 എറണാകുളം. ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, കോളേജിൻ്റെ എല്ലാം 5 വർഷം ഫുള്ള് ഇവിടെ ആയിരുന്നല്ലോ. ഈ കോളേജ് ഗ്രൗണ്ടും പിന്നെ ഈ ലൈബ്രറി, ഹോസ്റ്റലിലെ ടെറസ്, പിന്നെ നമ്മുടെ സീനിയേഴ്സ്, ജൂനിയേഴ്സ്, മെസ്സ്, അങ്ങനെ ഒരുപാടുണ്ടേ. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഹൗസ് ഏജൻസി സമയത്തായിരുന്നു ഫ്ലഡ് നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. രാവിലെ പോകുന്നു, 4 ചുറ്റും വെള്ളം കയറിയിട്ട് ഞങ്ങൾക്ക് കുറേ ക്യാമ്പുകളിലൊക്കെ കൊണ്ടാക്കി. തിരിച്ചെങ്ങനെ വരും എന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. ഞങ്ങൾ പല ദിവസങ്ങളിലും ഡ്രസ്സും കാശും പേഴ്സും എല്ലാ സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് മെഡിക്കൽ ICUലായിരുന്നു എനിക്ക് പോസ്റ്റിങ്. ഒരുപാട് പേര് വെള്ളത്തിൽ മുങ്ങിയും അല്ലാതെ ദുരിതമനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേര് അന്ന് അവരൊക്കെ സഹായിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ഒരുപാട് ഹോസ്പിറ്റൽസ് അന്ന് ഇല്ലാത്തപ്പോഴും നമ്മുടെ കോളേജായിരുന്നു അന്ന് എല്ലാവർക്കും ആശ്രയം. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ തന്നെ കരുതുന്നത്. ആ സമയത്ത് എല്ലാ ഹോസ്പിറ്റലിലും പേഷ്യൻസിനും ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ഇപ്പോഴത്തെ ഫുൾ പേഷ്യൻസ് ആയിരുന്നു, ബെഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാ ഹൗസ് ഏജൻസും എല്ലാവരും ഫുള്ളായിട്ട് ഇറങ്ങി എല്ലാവരും ഇതിന് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഇവിടുത്തെ JRs, സീനിയേഴ്സും ഒക്കെ എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്തു. പേഷ്യൻസ് പിന്നെ അതിനുശേഷം നമ്മുടെ കോളേജിനെ കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായം നമുക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.